ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ മിനിയേച്ചർ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് ആദ്യം നമ്മൾ സ്റ്റൗവിലേക്ക് കലം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കിത് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ പാസ്ത വെന്ത് കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ പാസ്ത വെന്ത് കിട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ശേഷം നമുക്ക് ഈ പാസ്ത ആ വെള്ളം കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് വേറെ പാത്രം വെച്ചതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒഴുകി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കിനി ഇതെല്ലാം ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് പെപ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ട് ഒന്നും കൂടെ വഴറ്റി എടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് വേറൊരു ചീനിച്ചട്ടി വെച്ചതിന് ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉരുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മൈദാമാവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റും സവാളയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് പ്ലേറ്റിലിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വൈറ്റ് സോസ് പാസ്ത ടേസ്റ്റ് ചെയ്താലോ. സൂപ്പർ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.